വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നാളത്തേക്ക് ഇവരൊന്നും കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇവരുടെ വീഡിയോസ് കാണുന്നത്. Let's get ready with me to go to my first ever protest. I'm going for the protest today and let's see what's in my bag. വേൾഡ് കപ്പിന്റെ ഇടയ്ക്ക് നാളെ ഇതുവരെ, അതായത് ഈ വേൾഡ് കപ്പ് കഴിയുന്നവരെ ഇവർ രണ്ടുപേരും ഇതിനെപ്പറ്റി സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇഫ് ഐ എം റോങ് പ്ലീസ് കറക്റ്റ് മീ. ഓക്കെ, ശരിയാണ്, നമ്മൾ എല്ലാവരും വേൾഡ് കപ്പിന്റെ തിരക്കിലായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ പോലും ഈ നടക്കുന്ന അനീതിയെ പറ്റി സംസാരിക്കാനോ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. ഞാനത് 100% സപ്പോർട്ട് ചെയ്യും. ബട്ട് പക്ഷെ ഈ വീഡിയോസ് എനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. I'm wearing a very comfortable black and white outfit. Cap. Sunscreen jacket for. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വെറും റീച്ചിന് വേണ്ടി മാത്രം ആവരുത്. It's definitely going to be a peaceful protest. ശരിയാണ്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട്. വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും ലക്ഷ്യം റീച്ച് തന്നെയാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവണം. അതായത് നമ്മുടെ ധാർമ്മിക ബോധം നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. ഐ അപ്രീഷിയേറ്റ് ദാറ്റ് നിങ്ങൾ എല്ലാവരും അവിടെ പോയി ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തു. പ്ലീസ് കീപ് ഡൂയിങ് ദിസ്. എങ്കിലും ഞാൻ പറയുന്നു, ഇതൊരിക്കലും റീച്ചിന് വേണ്ടി മാത്രം ആവരുത്. ഞാനിത് പറയുമ്പോഴും നിങ്ങൾക്ക് പറയാം, നീ അവിടെ പോയില്ലല്ലോ, അറ്റ്ലീസ്റ്റ് അവരെങ്കിലും പോയല്ലോ. പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിലെ സാഹചര്യം കൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റൂല. എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും.